എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ആ കൃത്യസമയത്ത് ഇത്രയും നേരം ഫിക്സ്ഡായിട്ട് ഡെഡിക്കേറ്റഡ് ഡിറ്റർമിനേഷൻ, അതിനെയാണ് നിഷ്ഠ എന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും ഭഗവാന് വേണ്ടി അതെന്നും ചെയ്തിരിക്കും. എന്ത് ശരീരത്തിന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിലും മനസ്സിന്റെ ഡിസ്റ്റർബൻസ് എങ്ങനെയാണെങ്കിലും ഭഗവാന്റെ സേവനം തുടർച്ചയായിട്ട് ചെയ്യുന്നു. അതിനെയാണ് നിഷ്ഠ എന്ന് പറയുന്നത്. ഇന്ന് 16 മുറ ജപിക്കുന്നു, നാളെയും കൃത്യമായിട്ട് 16 മുറ ജപിക്കുന്നു, അതിന്റെ പിറ്റേന്നും ജപിക്കുന്നു, ഭഗവാന് വേണ്ടി ഇന്നും സേവനം ചെയ്തു, നാളെയും ചെയ്യുന്നു. അതാണ് നിഷ്ഠ എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ കൃത്യനിഷ്ഠത. അതിൻ്റെ അർത്ഥം എന്താ? ആ ചെയ്യുന്ന പ്രവൃത്തി എല്ലാ ദിവസവും കൃത്യസമയത്ത് കൃത്യനേരത്തേക്ക് ചെയ്യുന്നു. വേറെ എന്ത് സംഭവിച്ചാലും ഇല്ലേലും അത് തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് നിഷ്ഠ വരുന്നത്. അന്നേരം ആ നിഷ്ഠ ഉറച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാം. നിഷ്ഠ ഉറച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പിന്നെ ആ നിഷ്ഠയെ ഭാവമാക്കി മാറ്റും. ഭാവം എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാനോടുള്ള ഒരു ഭക്തിഭാവം ജാഗ്രതമായി തുടങ്ങും. ഈ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണപ്രേമത്തിന് തൊട്ട് മുമ്പേ ഉള്ള ഒരവസ്ഥയാണ്. നിഷ്ഠ വരെ നമ്മുടെ എഫേർട്സാണ്. നിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ നമുക്ക് അനുഗ്രഹം നൽകും.